ഹായ് ഗൈസ്, ഞാൻ ഈ രാവിലെ തന്നെ അങ്ങോട്ട് പോകാനായിരിക്കില്ല ഞാൻ വിചാരിക്കുന്നുണ്ടാവുക. അങ്ങോട്ടുമല്ല ഗൈസ്, എനിക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ പോവാണ് ഗൈസ്. വന്നപ്പോൾ തന്നെ തന്നെ കൂട്ടി ഫോണിൽ തന്നെ കളിക്കാം കേട്ടോ. കണ്ട മൈൻഡേ ഇല്ല കേട്ടോ. ടേബിൾ നോക്കുമ്പോൾ ആണെങ്കിൽ ചെക്കന് കൊടുക്കാനുള്ള ബൊക്കെയും ഡ്രസ്സും മിഠായി എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ മിഠായി തോട്ടില്ല. ഞാൻ വിചാരിച്ച് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് റൂം പോയപ്പോണ്ട് പെണ്ണുണ്ട് ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് ചെരുപ്പിട്ട് കൊടുക്കാൻ ഒരാൾ. രാജകീയ പതിവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ നേരെ റിസോർട്ടിലെത്തി താത്ത ഫാമിലി എല്ലാവരും കിച്ചണിൽ വെള്ളം കളിക്കുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ പോയി. ഞങ്ങൾ പിന്നെ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ. പക്ഷേ ഒരൊറ്റ നല്ല ഫോട്ടോയും കിട്ടിയില്ല. ചെക്കനും മണ്ണിരിക്കാനുള്ള സീറ്റിൽ താത്താൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോഴത്തെ ചെക്കന് വന്ന് പിന്നെ ഓരെടുത്ത് മാറ്റാനല്ലാണ്ട് വേറൊരു ഓപ്ഷനല്ലോ. അങ്ങനെ ചെക്കനും പെണ്ണും കണ്ടു. എന്താല്ലേ അവിടെ നിന്ന് സൊല്ലാട്ടോ ഒരു രണ്ടാൾ ഇരുന്നിട്ട്. പിന്നെ ഒരു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ സൈഡിലേക്ക് എടുത്ത് വെച്ച് തലയിലെടുത്തുണ്ടായിരുന്നുള്ള ടെൻഷനാണ് എൻ്റെ താത്ത കിട്ടോ. പിന്നെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവരുണ്ട് എല്ലാവരും കൂടി ഉണ്ട് ചുറ്റിലും നിന്നിട്ടുണ്ട്. ഓക്ക് മാലും വാലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇവർ രണ്ടാളാണെങ്കിൽ ബൊക്കയിൽ നിന്ന് മിഠായി അടിച്ച് പറ്റി തിന്നാട്ടോ. അതൊരു കള്ളലക്ഷണം. ഇവളാണെങ്കിൽ 2 മിനിറ്റ് കൂടുന്തോറും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ മേക്കപ്പ് ചെയ്യാനേ. പുറത്തെത്തിയപ്പോൾ 2 മൈൽ. ഐ തിങ്ക് ഇവിടെ എൻഗേജ്മെൻറ്റ് കൂടാൻ വന്നതാണ് തോന്നുന്നു, അതും കപ്പിളായിട്ട്. ഞാൻ ടയേർഡായി ഞങ്ങളുടെ സൈഡിൽ ഇരുന്നു കേട്ടോ. പിന്നെ ഓള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഓളം കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ. അങ്ങനെ ഞങ്ങൾ പൊട്ടിയും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പൊട്ടിക്കടിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ റിസോർട്ടിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോയിട്ടോ. ഒരു നാരങ്ങ സോഡ എന്തെങ്കിലും കഴിക്കാമല്ലോ വിചാരിച്ച് പോയതാണ്. അവിടെ എത്തിയപ്പോഴോ കടകളൊന്നുമില്ല. അങ്ങനെ ഏതോ ഒരു കടയിൽ പോയി ഞങ്ങൾ നാരങ്ങ സോഡ മേടിച്ച് കഴിച്ച്. താത്താണെങ്കിൽ കുലുക്കി എനിക്ക് തോന്നുന്നു നമുക്കൊരു ബിസിനസ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവൾ നന്നായിട്ട് കുലുക്കി നല്ല ലാഭമായിരിക്കും. അങ്ങനെ വീട്ടിൽ പോയി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഞങ്ങൾ റിസോർട്ടിലെത്തിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്ക് വീണ്ടും പോയി മിഠായി കൊട്ടിയൊക്കെ പൊളിച്ച് അങ്ങനെ മിഠായിയൊക്കെ നോക്കി സൈഡിലേക്ക് വെച്ച് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അത് ആ തിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വിടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.